അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാണ് പോകുന്നത് ഹർഷ? കിൻഡർഗാർട്ടനിൽ എന്തിനാ പോകുന്നത്? പപ്പയെ തനിച്ചാക്കിയിട്ട് ഇന്ന് രാത്രി ഒറ്റയ്ക്ക് കിടന്നുറങ്ങുമോ? യെസ്സോ? എന്തുവാ ഒരു സ്നേഹമില്ലാതെ പറയുന്ന മതി. പപ്പ മിസ് ചെയ്യുന്നെ. എനിക്ക് തോന്നില്ല നീ എന്നെ മിസ്സൊന്നും ചെയ്യത്തില്ല മിക്കവാറും. മിസ് ചെയ്യോടാ നീ എന്നെ? മിസ് ചെയ്യോ? നോ അല്ലേ? അവിടെ പോയിട്ട് ബെഡ് സെറ്റ് ചെയ്യണം. പിന്നെ അവിടെ വേറെ എന്ത് പപ്പയും. അങ്ങനെ ഞങ്ങൾ ഡ്രസ് ചെയ്യാൻ പോകുന്നു അല്ലേ ഹർഷ? ഒരു സീരിയസ്ലി ഞാൻ കൊണ്ടുപോകുന്നില്ല. കോതി കൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ല. നല്ല രസമുണ്ടല്ലേ? പപ്പയെ മിസ് ചെയ്യോടാ അന്ന് രാത്രി? ചുമ്മാ നീ അവിടെ ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിക്കും അല്ലേ? പപ്പ എലോണായിട്ട് കിടന്നുറങ്ങണം. സൈക്ലോഡിക്കൽ മൂവ്. വിഷമമുണ്ടോ പപ്പയെ? കരയോ രാത്രി പപ്പയെ കാണാൻ? പപ്പയുടെ അടുത്ത് ഉറങ്ങണമെന്ന് പറയും രാത്രി കഴിഞ്ഞിട്ട്. പറയുകയാണെങ്കിൽ ടീച്ചറിൻ്റെ അടുത്ത് ഫോൺ വിളിച്ചു തരാൻ പറയണം കേട്ടോ. പപ്പ കാറും കൊണ്ട് അപ്പ വരും. ഓക്കെ? ചിരിക്കൂലേ? ചിരിക്കട, ചിരിക്കേ. അല്ലെങ്കിൽ ഞാൻ കൊണ്ടത്തില്ല. അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഹർഷൻ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം ഹർഷൻ റെഡിയായി. ബെസ്റ്റ്. എവിടെ പോവാ? ഹലോ, 5:15 ആകുമ്പോൾ ഇറങ്ങിയാൽ മതി. ഇനി തൊപ്പിയും ആ എന്തോ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ് സാറെന്തോ മേടിച്ചിട്ടുണ്ടല്ലോ, ബനാനയും ആപ്പിൾ അല്ലേ? ഇത് രണ്ടും കൂടെ നമുക്കൊരു കവറിനകത്തിട്ടിട്ട് നമുക്ക് എന്റെ ഇപ്പം എടുത്തവിടെ വെക്ക്. പോകുമ്പോൾ എടുക്കാം. ഞാൻ ഒരു കവറിനകത്തിട്ട് എടുക്കാം. ഓക്കെ? എടാ അതിപ്പോ എടുക്കണ്ട കൂട്ടാ. അതൊരു കവറിനകത്തിട്ട് എടുക്കാന്ന്. അങ്ങനെ ഞങ്ങള് എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങാൻ പോവാം. കീ എടുക്കാൻ മറന്നേ. I forgot my key. എടുത്തു. ഇനി ഒന്നും കൂടെ ലോക്ക് ചെയ്ത് അങ്ങനെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഭക്ഷണം കൊണ്ട് ഇറങ്ങുക. സൂക്ഷിച്ച് പോണം. അതുപോലെ തുറക്ക് തുറക്ക് തുറക്ക്. Dankeschön. Bitte schön. ഞങ്ങളുടെ വണ്ടി കിടക്കുന്നത് ഒരു ഫ്ലോർ മേലോട്ട് കാണാം. നമ്മളെ വീടിരിക്കുന്നത് തന്നെ ഒരു വല്ലാത്ത പൊസിഷനിലാണ്. -1 എന്ന് പറഞ്ഞൊരു ഫ്ലോറിലോട്ടാണ് നമ്മൾ വരുന്നത്. ഹലോ, എന്തുവാ? എല്ലാ സാധനങ്ങളും എടുത്തു. ബെഡും ബെഡ്ഷീറ്റും തലേണയൊക്കെ നേരത്തെ ഞാൻ പാക്ക് ചെയ്തുകൊണ്ട് കിൻഡർഗാർട്ടനിൽ വെച്ചു. അപ്പോൾ ഇതെന്താ പരിപാടി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്തിനാണ് ഈ പോകുന്നതെന്നും ഞാൻ പറഞ്ഞുതരാം.
ഓക്കെ. അപ്പോൾ ഞങ്ങളിന്ന് പോകാൻ പോകുന്നത് ഹർഷൻ്റെ ഊബർനാക്റ്റും പാർട്ടിയാണ്. ഊബർനാക്റ്റും പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹർഷൻ്റെ കിൻഡർ ഗാർഡനിലുള്ള സ്കൂളിലോട്ട് പോകുന്ന എല്ലാ പിള്ളേരും ഇന്നൊരു ദിവസം അവിടെ താമസിച്ച് അവിടെ എന്തോ പാർട്ടിയൊക്കെ ചെയ്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വിളിച്ചിരിച്ച് വീട്ടിലോട്ട് വരും. രാവിലെ വരുന്നതിന് മുന്നേ എങ്ങാണ്ട് ഇവർ ഈ ചാക്കിനകത്തിട്ടിട്ട് ഈ കൊച്ചുങ്ങളെ പുറത്തോട്ടിടുന്ന ഒരു ജർമ്മൻ ചടങ്ങെന്തോണ്ട്. പണ്ട് ഹർഷനെ കീറ്റേന്ന് കിൻഡർ ഗാർഡനിലാക്കിയപ്പോൾ ഞാനത് കണ്ടിട്ടുണ്ട്. ഇനി സ്കൂളിലോട്ട് വിടുമ്പോഴും അതുപോലെ കണ്ടുണ്ട്. അപ്പോൾ അവർ അവിടെ നിന്ന് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്ത ഷൂൾ ടൂട്ട് അല്ലേ, ഷൂൾ ടൂട്ടൊക്കെ ആയിട്ട് വരും. ഷൂൾ ടൂട്ടൊക്കെ ആയിട്ട് വരുന്നത് പറഞ്ഞാൽ ഹർഷൻ ഭയങ്കര ത്രിൽഡാ. പപ്പ മാത്രം സാഡ്. It's okay. I remember you. Okay. Thank you, sir. ശരി, എന്നാ അങ്ങനെ നമുക്ക് പോവാം. Yes. Let's go. Let's go, baby. Hello, guys. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ എത്തി ഹർഷ? Kindergarten. ഓക്കെ, ഹർഷന്റെ കിൻഡർ ഗാർഡനിലെ ഫ്രണ്ടിലെത്തി. എന്നെയും പൊക്കിക്കൊണ്ട് ഈ ചക്കനുണ്ടല്ലോ, ഈ ചക്കരമുത്ത് എന്നെ 5:30 എത്തേണ്ട ഞങ്ങളെ 5:15 ഞാൻ ഇവിടെ എത്തി. 15 മിനിറ്റ് നേരത്തേക്ക് എന്നെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ എപ്പോഴും ലേറ്റ് ആയിട്ടാണ് വരാറ്. ഏറ്റല്ലെങ്കിൽ ഓൺ ടൈം ഓർ 2 minutes ലേറ്റ്. അതാണ് എൻ്റെ ഒരു ശരിക്കും. ഒരുപാട് ലേറ്റ് ആവില്ല, ഒരു 2-5 minutes ഒക്കെ ലേറ്റ്. എന്ത്? ഇവിടെ ഒന്ന് പോവാനോ? എടാ ടൈം ആയില്ലടാ. അതിനകത്ത് ചെന്നിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. We can't shoot, you can't take videos inside your kindergarten. വഴക്കു പറയും. Then off the video. നിനക്ക് പോയാ മതി അല്ലയോ? അവിടെ ആക്കിയിട്ട് പപ്പ പോട്ടല്ലേ? I want to go. പോവാൻ ടൈം ആയില്ല. Yes, it is. It's not yet the time, baby. What's the time? It's 5:15 or 5:20. പപ്പ ഒരു കിസ് തന്നെ. It's 5:29. ഒരു കിസ് കൂടെ താടാ. I'll miss you today. രാത്രിയാകുമ്പോൾ നീ പറയണേ അവരുടെ അടുത്ത്, പപ്പയുടെ അടുത്ത് കിടന്നതിന് ഉറക്കം വരുത്തുള്ളൂ ഒന്ന്. നീ പോടാ. എനിക്ക് നിന്റെ അടുത്ത് കിടന്നാലും ഉറക്കം വരുത്തലടാ. ശരി, ബ്രോയോ തന്തേക്കാരും ബ്രോ എന്ന് വിളിക്കുന്നോടാ. Not funny. Let's go. Open the door. അപ്പോൾ ഞാൻ ഈ മുതലിനെ കൊണ്ടകത്താക്കിയിട്ട് വന്നിട്ട് ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഞാൻ കൊണ്ടാക്കിയിട്ട് വരാം. Der Leo darf zu mir kommen. അങ്ങനെ അകത്തുള്ള പരിപാടികളുടെ ചെറിയ ടിപ്സ് കണ്ടല്ലോ. അത് അവർ അറിയാതെ ജൈൻസായിട്ട് വെച്ചെടുത്തതാണ്. അവൻ കയറിപ്പോയിട്ട് എന്നോട് പറയുക, ഇറ്റ്സ് ജസ്റ്റ് 1 day പപ്പ, യു വിൽ ബി ഓക്കെ എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങ് സമാധാനിപ്പിക്കുക. ഞാൻ പറഞ്ഞ് രാത്രി എന്തെങ്കിലും വിഷമോ എല്ലാം തോന്നുകയാണെങ്കിൽ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയെന്ന്. അത് പ്രശ്നമില്ല, ഞാൻ കിടന്നോളാന്നുള്ള രീതിയിൽ ഉമ്മയൊക്കെ തന്ന് എന്നെ അങ്ങ് ഇറക്കി വിട്ടവൻ. അങ്ങനെ സർട്ടിഫിക്കറ്റും നല്ലൊരു പരിപാടിയായിരുന്നു കേട്ടോ. അതൊരു രക്ഷയില്ലാത്ത പരിപാടിയായിരുന്നു. എന്തോ പരിപാടി നടക്കുന്നത്. കിൻഡർ ഗാർഡനിൽ സ്കൂളിൽ പോകുന്നതിന് ചെറിയൊരു കൺവക്കേഷൻ അല്ലേ എന്നെ പറയണ, അങ്ങനത്തെ പരിപാടിയും. ഇതിനെയാണ് ഷൂൾ ടൂട്ടേ എന്ന് പറയണത്. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല രസമുണ്ട്. ഇത് നമ്മൾ അവൻ്റെ ഫേവറേറ്റ് കളറുള്ള ഒരു പ്ലെയിൻ സാധനം മേടിച്ചു കൊടുത്തിട്ട് അവരുടെ ഈ പ്രീ സ്കൂൾ പോകുന്ന പിള്ളേരെല്ലാവരും കൂടി ഇരുന്ന് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. നല്ല രസമുണ്ട്. തൊപ്പിയൊക്കെ വെച്ച് അതൊക്കെ എറിഞ്ഞതും അതെല്ലാം കൊണ്ടും നല്ലൊരു പരിപാടിയായിരുന്നു. ഇത് ഒരു സർട്ടിഫിക്കറ്റാണ്. അതായത് കിൻഡർ ഗാർഡൻ ഫിനിഷ് ചെയ്തു
സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ്. എല്ലാം കൊണ്ടും നല്ലൊരു പരിപാടിയായിരുന്നു. ഇനി സ്കൂളിലോട്ട് പോകുന്നതിൻ്റെ പരിപാടിയും എല്ലാം തുടങ്ങും. ലിയോ വലുതാവുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് വെച്ചുകൂടുണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഷീ വിൽ ബി സോ പ്രൗഡ് ആൻഡ് ഹാപ്പി. ഐ നോ ദാറ്റ്. മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ബട്ട് അവൾ കൂടെ തന്നെ ഉണ്ട്. അവളെല്ലാം കണ്ടുകൊണ്ട് സന്തോഷത്തോടെ ഇരിപ്പുണ്ട്. ഏതോ ഒരു ഫോമിൽ കൂടെ തന്നെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ. ഭയങ്കര സന്തോഷമാണ്. ഇനി സ്കൂളിലോട്ട് പോകുന്നതും അതൊക്കെയാണ് എൻ്റെ മനസ്സിലെ ഒരു ഇത്. കൊച്ച് ഭയങ്കരമായിട്ട് വലുതായല്ലോ എന്നുള്ള ഒരു ഫീലാണ്. ഒരു കോളേജിലൊക്കെ ചേർന്ന പോലെ. സംഭവം 1ാം ക്ലാസ് ആയിട്ടേ ഉള്ളൂ. ബട്ട് എന്തോ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ ഒന്നും അങ്ങനെ ഞാൻ ഡെസ്പൊന്നും ആയില്ല. അങ്ങനെ ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷത്തോടെ ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഇനി എന്തായിരുന്നാലും നാളെ രാവിലെ വന്ന് വിളിക്കണമെന്നാണ് പ്ലാൻ. ഇൻ കേസ് ഉറങ്ങാതിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് രാത്രി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഫോൺ വിളിച്ചോളും. അപ്പോൾ വന്നാൽ മതി. ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു 300 മീറ്റർ അത്രേ ഉള്ളൂ കിൻഡർഗാർട്ടനിലോട്ടുള്ള ദൂരം. നല്ല ടീച്ചർമാരും എല്ലാവരും നല്ല സ്റ്റാഫും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കിൻഡർഗാർട്ടനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോവാത്തത്. ശരിക്കും മ്യൂണിക്കിൽ നിന്ന് പോകാത്തതിൻ്റെ മെയിൻ റീസണിലൊന്ന് ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും അവനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അവൻ്റെ കാര്യങ്ങൾ നടന്നു പോകണം എന്നുള്ള ഒറ്റ രീതിയിലാണ് നമ്മൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തത്. വിച്ചുവിനും അത് ഭയങ്കര സന്തോഷമായിരുന്നു. സോ അത്രേ ഉള്ളൂ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. അങ്ങനെ ഹർഷന്റെ കിൻഡർഗാർട്ടൻ ഡേയ്സ് ആർ ഓവർ. ഇനി 2 ആഴ്ച കൂടെ വേണമെങ്കിൽ പോവാം. ഓക്കെ. Then you are going to school. And which school you are going? Conrad Schule. And which class you are? A1. A1 അല്ല 1A. ഓക്കെ. 1Aയിലെ സ്റ്റുഡൻ്റ് ആണ് ഹർഷൻ ലിയോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ വ്ളോഗ് കണ്ടന്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. അല്ലേ ലിയോ? Subscribe to this button. Subscribe to this button. Auf Wiedersehen. Ciao. Let's see you tomorrow. What? Let's see you tomorrow, bro. Okay, see you guys. Bye. Bye.